യാളാ ഹബീബി സോ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയാണ് സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്താണ് അവസ്ഥ? നിങ്ങൾ ആടുജീവിതം കണ്ടോ? പറയൂ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ കാണട്ടെ. ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും. അതായത് ആദ്യം തന്നെ നമ്മുടെ ഡയറക്ടർ ബ്ലെസ്സി സാർ, സീരിയസ്ലി മാൻ, പുള്ളിനെ ഇപ്പോൾ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് സല്യൂട്ട് കൊടുക്കായിരുന്നു. കാര്യം എനിക്ക് ആ മനുഷ്യനോട് അത്രയും റെസ്പെക്ട് തോന്നുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ പുള്ളിയെക്കുറിച്ച് പറഞ്ഞത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും സെയിം കാര്യം തന്നെയാണ് പറയാൻ വേണ്ടി തോന്നുന്നത്. കാരണം പുള്ളിക്ക് വേണമെങ്കിൽ, ബ്ലെസ്സി സാറിന് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വേറെ ഒരുപാട് സിനിമകൾ ചെയ്യാമായിരുന്നു. കാര്യം അത്രയും ഗ്യാപ്പ് ഉണ്ടായിരുന്നതാണ്. ഈ സിനിമ മുമ്പോട്ട് തള്ളി 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 പോവുമായിരുന്നില്ലേ. പക്ഷേ പുള്ളി വേറെ സിനിമകളിലേക്ക് ഒന്നും ശ്രദ്ധ കൊടുക്കാതെ അല്ലെങ്കിൽ താല്പര്യം കാണിക്കാതെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുള്ളി അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത്രയും കമ്മിറ്റ്മെന്റ് കാണിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെയല്ലേ വേറെ ലെവൽ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. സോ ആ ഡെഡിക്കേഷൻ ആദ്യം തന്നെ കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ, പുള്ളിയെ കുറിച്ചിട്ട് ആസ് ആൻ ആക്ടർ പുള്ളിനെ ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട് അല്ലേ. പക്ഷേ ഞാൻ മുമ്പ് പല റിയാക്ഷൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിനെ കളിയാക്കിയ ആളുകൾക്കൊക്കെ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം മാറ്റി പറയേണ്ടി വരും. അത് ഇപ്പം എന്തായാലും മാറ്റി പറഞ്ഞേ വഴിയുള്ളൂ. കാര്യം ഈ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം അങ്ങേരെന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്. വേറെ റേഞ്ചിലാണ് ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. സീരിയസ്ലി മാൻ, വേറെ റേഞ്ചിലാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. പുള്ളി ഇതിൻ്റെ അകത്ത് പരമാവധി അയാളെ തന്നെ നശിപ്പിച്ചു, അയാളുടെ ശരീരത്തെ നശിപ്പിച്ചു. അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു സന്തോഷവും അത്ഭുതമാണ് തോന്നുന്നത്. കാരണം അത്രയും പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും പരിപാടികളൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ പുള്ളിക്ക് കിട്ടിയതുകൊണ്ടാണ് പുള്ളിക്ക് ഇപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇല്ലെങ്കിൽ ഈ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം, സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു സീനുണ്ട്. ആ സീന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതൊരു ഗംഭീര സീനായിരുന്നു. ആ സീന് വരുന്ന സമയത്ത് തന്നെ പുള്ളിയുടെ ബോഡി നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം തന്നെ മനസ്സിലാവും അയാളുടെ റേഞ്ച് എവിടെ കിടക്കുന്നതെന്നുള്ളത്. പിന്നെ ആ സീന് പുള്ളി ചെയ്തല്ലോ, അവിടെ തന്നെ പുള്ളി തെളിയിച്ചെന്നേ. പുള്ളി ആരാ, എന്താ, അയാൾ എവിടെ നിൽക്കുന്ന, അയാളുടെ റേഞ്ച് എവിടെ തെളിയിച്ച്. അപ്പം കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഏത് സീനിനെ കുറിച്ചിട്ടാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. മോനെ അത് പറഞ്ഞാൽ മതിയാവില്ലടോ. അത് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പൃഥ്വിരാജിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം അയാളുടെയൊക്കെ ഗ്രോത്ത് ആസ് എൻ ആക്ടർ, ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, എല്ലാ രീതിയിലും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ അയാളുടെ ഒരു വളർച്ച കാണുന്ന സമയത്ത് കളിയാക്കലുകൾ നേരിട്ടിട്ട് വന്നൊരു നടനാണ്. ആ നടൻ ഇപ്പം നിൽക്കുന്ന ആ ഒരു റേഞ്ച് കാണുന്ന സമയത്ത് അയാളൊക്കെ കൈയടിച്ച് മടിയിലിരുത്തിയിട്ട് നമുക്ക് എന്താ പറയുക, വാനോളം പൊക്കി അടിക്കാൻ തോന്നും. സീരിയസ്ലി മാൻ. കാരണം അപ്രിഷ്യേറ്റ് ചെയ്യണേനെ അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യണം. അതിലൊരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഞാനിത് ഈ എക്സാജറേറ്റ് ചെയ്ത് ഓവറാക്കി പറയുന്നൊന്നുമല്ല. ഞാൻ അത്രയും സന്തോഷത്തിൽ, അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട്, എനിക്ക് അത്രയും ബഹുമാനമൊക്കെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഈ ലെവലിൽ ഇരുന്നിട്ട് വർത്തമാനം പറയുന്നത്. സോ പൃഥ്വിരാജ് സുകുമാരൻ ആസ് എൻ ആക്ടർ, അതേപോലെ തന്നെ ബ്ലെസ്സി ആസ് എ ഡയറക്ടർ, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് വേറെ ലെവലാണ്. അത് യാതൊരു സംശയമില്ലാതെ തന്നെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, അതെൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്താ പറയുക, ആരുടെ റിവ്യൂവിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ആടുജീവിതം പോലൊരു സിനിമ തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ എന്നൊക്കെ ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ റിവ്യൂവിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഈ സിനിമയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നേ. എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണത്. ഒരിക്കലും മിസ്സാക്കരുത്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. നിങ്ങൾ മിസ്സാക്കി എന്നേ പറയാനുള്ളൂ. കാരണം ദിസ് ഇസ് നോട്ട് എ ഫിലിം, ദിസ് ഇസ് ലൈഫ്. നിങ്ങൾക്ക് മേ ബി OTT കണ്ടു കഴിഞ്ഞാലും ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷെ അങ്ങനെയല്ലല്ലോ. ചില സിനിമകളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ സിനിമയൊന്നും നമുക്ക് അങ്ങനെ OTT കാണാലോ, പോട്ടെ, അങ്ങനെ പറ്റില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാട്ടോ, അങ്ങനെ ചെയ്യരുത്. കാരണം മറ്റ് എന്താ, ഈ സിനിമ നമുക്കറിയാം ഇവരിതിൻ്റെ പുറകിൽ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ അവർ നേരിട്ടിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഈ സിനിമ തന്നെ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു. ബ്ലെസ്സിക്ക് ഡ്രോപ്പ് ചെയ്യാമായിരുന്നു, ആക്ടറിന് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ട് അവർ നേരിട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്ച്വലി അറിയാം. അപ്പം ഇത് അത്രയും 10-16 കൊല്ലത്തോളമൊക്കെ എടുത്തില്ല. അപ്പം ഇവരത് ഡ്രോപ്പ് ചെയ്യാണ്ട് ഇതിൻ്റെ പുറകിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു തരത്തിലും ഇവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ കോംപ്രമൈസും ചെയ്യായിരുന്നു, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും അവർ ചെയ്യാതെ 100% അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു തെറ്റുകുറ്റങ്ങളും ഇതിൻ്റെ അകത്ത് പറയാനില്ല. അത് പറയേണ്ട കാര്യമില്ല. അത്
തപ്പി കണ്ടുപിടിക്കാനും ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം അങ്ങനെ തപ്പി കണ്ടുപിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ അങ്ങനെ ശ്രമിക്കുന്നത് ഈ സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും വലിയൊരു റോളാണ് ആ മ്യൂസിക് ഇതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഇമോഷണലി നല്ല രീതിയിൽ അതിലത്തെ മ്യൂസിക്കിനൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മറ്റേ ആ ഒരു പ്രത്യേക ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ലൈക്ക് അതെങ്ങനെയാണെന്ന് എനിക്ക് പറയാനറിയില്ല. ഒരു പ്രത്യേക കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. അതിന് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഇതിൻ്റെ അകത്ത് ഇമോഷണലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ എവറിത്തിങ് മാൻ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ കാണ്. ഇതിൽ കുറേ കയ്യടിക്കാൻ പറ്റുന്ന രംഗങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട്. കയ്യടി എന്ന് പറഞ്ഞാൽ മാസ് കാണിച്ചിട്ടുള്ള കയ്യടിയല്ല, ഇമോഷണലി നമുക്കങ്ങ് തോന്നും കയ്യടിക്കാൻ. അമ്മായൊരു സാധനം. ഒരു മറ്റേ ഒട്ടകവും പൃഥ്വിരാജും തമ്മിലുള്ളൊരു ഒരു ചെറിയ സീനുണ്ട്. ആ സീൻ എന്താണെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി കാണ്. അതൊക്കെ നല്ല ഗംഭീരമായിരുന്നു. അത് ഇൻ്റർവ്യൂസിൽ തന്നെ അവർ അതിനെക്കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആ സീനൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ അയ്യോ ഹക്കീമിനെ കുറിച്ച് പറയാതെ പോരുത്. പൃഥ്വിരാജിൻ്റെ കൂടെയുള്ള ഒരു ആളാണ്. അത് കഥയൊക്കെ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഹക്കീമിനെയൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹക്കീമായിട്ട് ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണെങ്കിലും ഇതിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കും ശാരീരികമായിട്ട് ഇതിൻ്റെ അകത്ത് ചില അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നിട്ടുണ്ട്. പുള്ളിയാണെങ്കിലും ഇതിൻ്റെ അകത്ത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവസാനത്തെ സീനൊക്കെ ആവുന്ന സമയത്ത് പുള്ളിയുടെ ഒരു പ്രകടനമൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതിയാവില്ലടോ. കാര്യം ആ നിസ്സഹായാവസ്ഥയും പിന്നെ ആ ഡെസേർട്ടിൽ കൂടെയുള്ള ആ ഒരു ഓട്ടമാണെങ്കിലും ആ വയ്യായ്മയാണെങ്കിലും ആ ദയനീയാവസ്ഥയാണെങ്കിലും അയാളുടെ ശാരീരികപരമായിട്ട് വരുന്ന ചേഞ്ചസ് ആണെങ്കിലും മുഖത്ത് വരുന്ന ഭാവങ്ങളാണെന്നുണ്ടെങ്കിലും എവറിത്തിങ് അത് പറഞ്ഞാലും മതിയാവില്ല. പിന്നെന്താണ്, ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. പിന്നെ അയാളുടെ വോയിസും അതും നമ്മൾ എടുത്ത് പറയണം. ശാരീരികമായിട്ടുള്ള മാറ്റം എക്സ്പ്രഷനിൽ വരുന്ന അഭിനയം മാത്രമല്ല, അയാളുടെ ശബ്ദത്തിൽ വന്നൊരു മാറ്റമുണ്ട്, സൗണ്ട് മോഡുലേഷനിൽ വന്നൊരു മാറ്റമുണ്ട്. അവസാനമൊക്കെ ആകുമ്പോൾ തീരെ വയ്യാതെ ആവുന്ന സമയത്തുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. അവിടെ അങ്ങനെ പെട്ടിട്ട് ഇത്രയും കാലം പണ്ടാറടങ്ങിയിട്ട് അതിൻ്റേതായൊരു ശബ്ദത്തിലും വരുന്നൊരു മാറ്റമുണ്ട്. അതെല്ലാം പുള്ളി ഇതിൻ്റെ അകത്ത് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ. അപ്പോൾ എല്ലാം കൊണ്ടും അയാൾ ഗ്രോയിങ് ആണ്. അയാളെ കുറിച്ചിട്ട് ഇനി എല്ലാവരും വർത്തമാനം പറയും. അയാൾ വേൾഡ് ലെവലിൽ അയാൾ ഭാവിയിൽ നോക്കിയോ, അയാൾ പണ്ട് പറഞ്ഞതൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അയാൾ വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേര് വേൾഡ് ലെവലിൽ അറിയപ്പെടും, അത് യാതൊരു സംശയമില്ലാത്ത കാര്യം. കാരണം അയാൾക്കുള്ളൊരു വിഷൻ, അയാൾ കൊടുക്കുന്നൊരു കമ്മിറ്റ്മെൻറ്റ്, അയാൾ കൊടുക്കുന്നൊരു ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് അത് അപാരം തന്നെയാണ്. അപ്പം ഈ സിനിമയിലൂടെ എല്ലാം സീനും മാറട്ടെ. ഈ സിനിമയിലൂടെ മലയാള സിനിമയുടെ റേഞ്ച് മാറുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതൊരു ഹൈ റിസ്ക് ആണ്. നിസ്സാരപ്പെട്ടൊരു പരിപാടിയല്ല. ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം. നമുക്കറിയാം യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം. ആ ജോർദാനിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആ മരുഭൂമിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ദാഹിക്കുന്നു. ആ മരുഭൂമി കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയം ഉണ്ടാവുന്നു. ആ മരുഭൂമി കാണുമ്പോൾ തന്നെ അവിടെ നമ്മൾ പെട്ടാൽ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും അത് യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളെ സംബന്ധിച്ചിടത്തോളാണെന്നുണ്ടെങ്കിലും ഒക്കെ ദയനീയമായ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ യഥാർത്ഥ നജീബിക്കയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ കഥ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ കഥയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകുന്നുണ്ട്. നമ്മൾ അതിലേക്ക് ഇന്നായതിനു ശേഷം പിന്നെ നമ്മൾ ആ കഥ വായിച്ച് പോകുന്ന സമയത്ത് നമ്മുടെയും കൂടി ആ വേദനയായി മാറുകയാണത്. നമുക്കൊരു വെപ്രാളം അല്ലെങ്കിൽ നമുക്കൊരു റെസ്റ്റ്ലെസ്നെസ് ശാരീരികമായിട്ട് ഉണ്ടാവുക, ഭീതി ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കഥ വായിക്കുമ്പോൾ അങ്ങനെ. അപ്പോൾ അതൊരു സിനിമാ രൂപത്തിലേക്ക് വരുന്ന സമയത്ത് അത് അത്രയും കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കണം. അത് കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിച്ച് സിനിമാ രൂപത്തിൽ എല്ലാം കൊണ്ടും ലൈക്ക് അത് ഉഷാറായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അത്രയും കമ്മിറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിൽ എന്തെങ്കിലും തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പണി പാളിയിട്ടുണ്ടാവും. ഹൈലി നെഗറ്റീവ് റെസ്പോൺസ് കൂട്ടേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷെ ഒരു തരത്തിലും അവർ വിട്ടുകൊടുത്തിട്ടില്ല. അതാണ്, ഒരു തരത്തിലും അവരിതിൽ എന്താ പറയുക കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളിടത്താണ് കയ്യടി ആഞ്ഞ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ ഇബ്രാഹിം കദിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം, അത് പുള്ളിയുടെ മുഖത്ത് തന്നെ ഒരു ചൈതന്യം എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിയുടെ ഒരു നോട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പുള്ളിക്കും ഇതിൻ്റെ അകത്ത് കയ്യടി കിട്ടി. പുള്ളിയുടെ ചില സീൻസൊക്കെ ആക്ച്വലി ഉണ്ട്. പുള്ളിക്കും കുറേ കയ്യടിയൊക്കെ കിട്ടി. പുള്ളി നല്ലൊരു നടനാണ്. പുള്ളി എനിക്കറിയില്ല അയാളെ കുറിച്ചിട്ട് കേട്ടോ. അയാൾ എന്താണ് ഈ സിനിമയിലാണ് ഞാൻ കാണുന്നത്.
ആള് വേറെ രാജ്യത്ത് വേറെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഇതിനകത്ത് നല്ലൊരു പാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താണ് ഒറിജിനാലിറ്റി ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ആട്ടുംകുട്ടിയോള്, ഒട്ടകം, പിന്നെ വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്ത മറ്റേ അറബിയൊക്കെ എന്താ അഭിനയം, കാട്ടറബിയൊക്കെ എന്താ അഭിനയം, ഒരു ജാതി അഭിനയം. നമുക്ക് അവരുടെയൊക്കെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും അവരുടെ പെർഫോമൻസ് കാണുന്ന സമയത്ത്. കാരണം അമ്മാര് ഭീകര അന്തരീക്ഷം, അല്ലെങ്കിൽ അയ്യോ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ലടോ. നമുക്ക് സിനിമയിൽ കാണുമ്പോൾ തന്നെ അവരുടെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അവരെങ്ങനെ അത് ഷൂട്ട് ചെയ്തിടാവും, ഇതെങ്ങനെ ഷൂട്ട് ചെയ്ത്. എടാ ശരിയാണ്, അവർക്ക് കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫുഡിന് അവർക്ക് പൃഥ്വിരാജ് കഴിച്ചിട്ടില്ല, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഫുഡ് അൺലിമിറ്റഡ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഓക്കെ, അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാട് പെട്ടിട്ടുണ്ട്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത്രയും പെടാപ്പാട് പെട്ടിട്ടുണ്ട്. അവർക്കതൊരു മടുപ്പ് തോന്നാതെ അവർ ഇത്രയും വർഷം എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും, ഇടയിൽ ബ്രേക്ക് വന്നിട്ടാണെന്നുണ്ടെങ്കിലും, സാക്രിഫൈസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അവരത് പൂർത്തീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് ആ പടം ഇറക്കി എന്നുള്ളതോടെ തന്നെ ആ സിനിമയുടെ സകല പോസിറ്റീവ്സും ആക്ച്വലി ഇരിക്കുന്നത്. എനിക്കെല്ലാം പറയണമെന്നുണ്ടോ, പക്ഷെ എന്താ പറയുക, പറഞ്ഞിട്ട് ഇത് ഓവറാക്കി ചളവാക്കിയിട്ട് ലെങ്ത് കൂട്ടണ്ട വെച്ചിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ അവരാപ്പോള് അവരിതിൻ്റെ അകത്ത് എന്താണ് നജീമിൻ്റെ വൈഫ് ഒരുപാടൊന്നും ചെയ്യാൻ ആക്ച്വലി ഇല്ല. അവർക്ക് കൊടുത്ത പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞ് കാണുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഡെസേർട്ടിൽ അയാൾ കുടുങ്ങിയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ അതാണല്ലോ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു എന്താണ് പറയുക ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഒറിജിനൽ നജീബിക്ക, നിങ്ങളെ യഥാർത്ഥത്തിൽ അനുഭവിച്ച കാര്യം പുസ്തകമായിട്ട് വന്നു. ആ പുസ്തകം ഒരുപാട് ആളുകളിലേക്ക് വിറ്റഴിക്കപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് നൊമ്പരമായി. ഒരുപാട് ആളുകൾ അത് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്നുണ്ട്. അത് വായിച്ച ആളുകളുടെ മനസ്സിൻ്റെ അകത്ത് സീൻ ബൈ സീൻ മനസ്സിൻ്റെ അകത്ത് നിൽക്കുന്നുണ്ട് മറക്കാതെ. പിന്നെ അതൊരു സിനിമയായി മാറുന്നു. ഇതെല്ലാം ശരിക്കും നജീമിനെ കുറിച്ചിട്ടാണെങ്കിൽ, നജീമിനെ പോലെ എന്താണ് പുറം രാജ്യങ്ങളിൽ ഇപ്പോഴും പെട്ട് കിടക്കുന്ന ആളുകളൊക്കെ ആക്ച്വലി ഉണ്ടാവും. ഇതുപോലെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയൊന്നും ആരും പെടാതിരിക്കട്ടെ. അങ്ങനെ പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. കാരണം ഭീകരാവസ്ഥയാടോ. നമ്മൾക്കത് ഈ കഥ വായിക്കുമ്പോഴാണെങ്കിലും ഈ സിനിമ കാണുമ്പോഴാണെങ്കിലും ആ അന്തരീക്ഷമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീൽ അടിക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ചിട്ടും, അല്ലെങ്കിൽ ആ കാലയളവിൽ അവർ ഗോ ത്രൂ ചെയ്തിട്ടുള്ള സംഘർഷങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഭീകരമാണ്. അയ്യോ, കാലിലേക്കൊക്കെ അടിയൊക്കെ കൊള്ളണ സീന്. ഇവർ തലയ്ക്കത്ര അടിക്കുക. നജീബിക്കയുടെ കുറിച്ചുള്ള ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. തലയ്ക്കൊക്കെയാണ് ഇത്ര അവർ അടിക്കുക. പിന്നെ ആ ഫുഡ് ഒക്കെ കൊടുക്കുന്ന എന്തില്ല പാലിലൊക്കെ മുക്കി കഴിക്കുക. എന്താല്ലേ, അതൊരു സിനിമ തുടക്കം തൊട്ട് കാണുമ്പോൾ പുള്ളിയുടെ ആ ഒരു ശരീരം, അയ്യോ. നമ്മൾ പൃഥ്വിരാജിൻ്റെ ഇടയിൽ വേറെ സിനിമകൾ ചെയ്തു. എനിക്ക് അവിടെയാണ് പുള്ളിയോട് കൂടുതലൊരു ഇത് തോന്നുന്നത്. ഇതിൻ്റെ ഇടയിൽ പുള്ളി വേറെയും സിനിമകൾ ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഈ ശരീരം മാറിയും വന്നും മെയിൻറ്റെയിൻ ചെയ്തും. ഒരു മനുഷ്യനല്ലേ ഇത്, മൃഗമൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു ഡെഡിക്കേഷൻ അർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സിനിമേനെ പാഷനായിട്ട് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബഹുമാനിക്കാനൊക്കെ തോന്നും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് ഭയങ്കര പാഷനായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. കാരണം ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ പോയി കാണുക കേട്ടോ, സിനിമ കാണുക. തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ OTT തന്നെ കണ്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. നമ്മൾ ഇത്തരത്തിലുള്ള എഫേർട്സിനെ, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സിനെ, ഇത്തരത്തിലുള്ള ഡെഡിക്കേഷനെയൊക്കെ നമ്മളങ്ങനെ വെള്ളത്തി വരച്ച വര പോലെ ആക്കാൻ വേണ്ടി പാടില്ല. ഇത്തരത്തിലുള്ള സിനിമാക്കാരെയൊക്കെ നമ്മൾ കൂടുതലും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവരെയൊക്കെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാൻ ആക്ച്വലി ഉള്ളത്. സോ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ടേക്ക് കെയർ.